3 സ്റ്റഡ് ഇട്ടുള്ള ഒരാളാണ് ഞാൻ. 20 വർഷമായി ഷുഗർ, ക്രിയാറ്റിൻ, അൾസർ ഉണ്ട്, ആമവാദം. അൾസറിന്റെ കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവെക്കാവോ? ഇവിടെ വന്ന് ഈ 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയവര് കൈവെക്കാനാ പറഞ്ഞേ. ഖദീജ, തൃശ്ശൂര്. എനിക്ക് അൾസറിന്റെ കുഴപ്പമുണ്ടായിരുന്നു. വയറ് വീർക്കും, ഭക്ഷണത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ക്ഷീണം, തളർച്ച, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. അപ്പൊ എനിക്ക് കൈകാലത്തരിപ്പ്, തുപകച്ചല് അതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ സമാധാനമുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാതായിട്ട് എത്ര നാളായി? 1 വർഷമായി. എന്നിട്ടപ്പൊ എന്താ കഴിക്കാറ് പൊതുവില്? എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കും. അങ്ങനെ അല്ലാണ്ട് എപ്പോഴും അങ്ങനെ കഴിക്കുന്നുള്ളൊരു ഭക്ഷണത്തിനോടൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വയറിന്റെ അസ്വസ്ഥത കാരണം ഇപ്പൊ വളരെ സമാധാനമുണ്ട്. ഭക്ഷണം കഴിച്ചു തുടങ്ങി. എല്ലാം കൊണ്ടും ശരീരത്തിന് സുഖമാണ്. എന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. 6 സിറ്റിംഗ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് 3 സ്റ്റഡ് ഇട്ടുള്ള ഒരാളാണ് ഞാൻ. 3 വർഷമായിട്ട് മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ട്. വളരെ സുഖം തോന്നുന്നുണ്ട്. നടക്കുമ്പോഴൊക്കെ ഒരു വ്യത്യാസം, മനസ്സിന് സമാധാനമുണ്ട്. ഇപ്പൊ സ്റ്റെന്റ് ഇട്ടിട്ട് എത്ര നാളായി? 3 കൊല്ലമായി. അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 3 വർഷമായിട്ട് മരുന്നും കുടിക്കണുണ്ട്, സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ ഒരു അറ്റാക്ക് കൂടി ഉണ്ടായി എനിക്ക്. അന്ന് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ പെട്ടെന്ന് സമാധാനം. അതിനുശേഷം സാറിന്റെ ഈ വീഡിയോ കാണാനിടയത്. അപ്പൊ എന്തായാലും വന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. അൽഹംദുലില്ലാ വിഷമങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാല് ആ 3 വർഷം മരുന്ന് കുടിച്ചതിനും സുഖം, ആശ്വാസം തോന്നുന്നുണ്ട്. എൻ്റെ പേര് ഷക്കീല അസീസ്, കോഴിക്കോട് ഡിസ്ട്രിക്ട് പേരാമ്പ്ര. ഞാൻ 37 വർഷത്തോളമായി ആമവാദം, 20 വർഷമായി ഷുഗർ, പിന്നെ അൾസർ ഉണ്ട്, യൂറിൻ പ്രോബ്ലം ഉണ്ട്, പിന്നെ ഇപ്പം ക്രിയാറ്റിൻ 1.8 ആയിട്ടുണ്ട്. നിലയ്ക്കാത്ത ചുമയായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ട്, എല്ല് പൊടിയുന്ന ഒരവസ്ഥയിലാണ്, എവിടെ തൊട്ടാല് പൊട്ടും ഒരവസ്ഥയിലാണ്. 37 വർഷമായിട്ട് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് പിന്നെ എൻ്റെ മോൻ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഡോക്ടറുടെ വീഡിയോ എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോട്ട് ഇന്ന് കണ്ടിട്ട് നിങ്ങൾ താമസിക്കുന്ന അടുത്താണ്, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് 37 വർഷമായിട്ട് കഴിക്കുന്നു, ആയുർവേദം ഒരു 2 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പൊ 2 ഡോക്ടേഴ്സും പറഞ്ഞ് ക്രിയാറ്റിൻ കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇനി മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഡോക്ടറുടെ ഇത് വീഡിയോ എൻ്റെ ഹസ്ബൻഡ് കാണാൻ ഇടയായതും എൻ്റെ മകൻ ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഇവിടെ വന്ന് ഇന്ന് 11ാമത്തെ സിറ്റിംഗ് ആണ്. അൽഹംദുലില്ലാ മരുന്നെല്ലാം ഞാൻ നിർത്തി. ഇൻസുലിൻ 15 വെച്ച് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് അതും എടുക്കുന്നില്ല. ശരീരത്തിന് നല്ല സുഖമുണ്ട്. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് 2 ദിവസമായിട്ട് നടന്നു കിതപ്പിനൊക്കെ നല്ല കുറവുണ്ട്. 22 വർഷത്തോളമായി രാത്രി ഉറക്കല്ലാണ്ടായി. ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങി. അൽഹംദുലില്ലാ നല്ല വ്യത്യാസമുണ്ട്, നല്ല സുഖമുണ്ട്. പിന്നെ ഈ ഒരു കൈ ഞാൻ വീണിട്ട് എനിക്ക് പ്രശ്നമായിരുന്നു. ഈ ഒരു വിരലും മടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വിരലും മടങ്ങൂലായിരുന്നു. എഴുതാനും ഭയങ്കര വർഷങ്ങളായി എഴുതാതായിരുന്നു. ഇപ്പൊ 2 ദിവസം ആദ്യം എഴുതി വേദന. ഇപ്പൊ വിരലൊക്കെ ഒരു 3/4 ഭാഗം മടങ്ങി തുടങ്ങി. അതിന്റെ വിരൽ ഒരുവിധം നല്ലോണം മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഖൈർ. എല്ലാം കൊണ്ടും എനിക്ക് നല്ല സുഖമുണ്ട്. മരുന്നെല്ലാം നിർത്തിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ് ബുദ്ധിമുട്ട്? എന്താണ് ഈ 2 കിലോമീറ്റർ നടന്നു വരുമെന്ന് പറഞ്ഞല്ലേ? ഇതിനു മുമ്പ് എന്താണ് നടക്കാൻ ബുദ്ധിമുട്ട്? അതായത് മസിലൊന്നുമില്ല. മസിലൊക്കെ ഇങ്ങനെ ലൂസായി പോയി, എല്ല് ഇളമിച്ചിട്ട് നടക്കുമ്പോ കാലിങ്ങനെ പൊന്തിട്ട് ഞാൻ വീണു പോവുമായിരുന്നു. അതുകൊണ്ട് തീരെ നടക്കൂലായിരുന്നു. മക്കളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൈയൊക്കെ കഴുകി തരികയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ മക്കള് കഴുകി തരികയായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ഞാൻ തന്നെ കഴുകാൻ തുടങ്ങി. 1.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീണിട്ടില്ല. 2 പ്രാവശ്യം വീണ് കാല് പൊട്ടി, ഷോൾഡർ പൊട്ടി, 3 പ്രാവശ്യം പ്ലാസ്റ്റർ ഇട്ട് 3 മാസം കിടന്നതൊക്കെയാണ്. ഇനിയിപ്പോ ഈ കൈക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. ഇപ്പല്ലേ ഈ കഴിഞ്ഞ ഈ വീഴ്ചക്ക് ഈ വിരലിന് ഷോൾഡറും അത് ചെയ്യാതെ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ ഈ 2 വേദനയും ചെറുതായിട്ടുണ്ട്, എങ്കിലും 90% ഭേദമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. മരുന്ന് നിർത്തിയിട്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരു നേരം ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു. കിടപ്പ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ കിടക്കാതെ ചെറിയ മക്കളെ നോക്കും, ചെറിയ പണികളൊക്കെ എടുക്കും. അൽഹംദുലില്ലാ നടന്നു വന്നു, ഉറങ്ങുകയും ചെയ്തു. അത് തന്നെ വലിയൊരു ഖൈർ. വിരലും മടങ്ങൂല, ഒരു വെള്ളം പോലും പിടിക്കാൻ എനിക്ക് പറ്റൂലായിരുന്നു.